നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അഥവാ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചാണ്. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമുക്കറിയാം. വായു മലിനീകരണം, ജലമലിനീകരണം, ഖരമാലിന്യങ്ങൾ, കാർഷിക രാസവസ്തുക്കളും അവയുടെ പ്രത്യാഘാതങ്ങളും, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ, ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ ശോഷണം, വിഭവങ്ങളുടെ അനുചിതമായ ഉപയോഗവും പരിപാലനവും മൂലമുണ്ടാകുന്ന ശോഷണം, ഇവയൊക്കെയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതും. ക്ലാസ് 12 അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന മേഖലയാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിലാദ്യമായി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിതാണ്, എന്താണ് പ്രധാനമായിട്ടും പൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ. വായു, കര, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതിക, രാസിക, ജൈവിക സവിശേഷതകൾക്കുണ്ടാകുന്ന അനഭിലഷണീയമായ ഏതൊരു മാറ്റത്തിനെയും നമുക്ക് മലിനീകരണമെന്ന് പറയാം. സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന വായുവിനും മണ്ണിനും ജലത്തിനും കരയ്ക്കുമൊക്കെ രാസികവും ഭൗതികവും ജൈവികവുമായ സവിശേഷതയുണ്ട്. അതിലുണ്ടാകുന്ന അനഭിലഷണീയമായ മാറ്റത്തിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് പൊല്യൂഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അനഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയാണ് നമ്മൾ പൊല്യൂട്ടൻസ് അഥവാ മലിനീകാരികളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ പരിസ്ഥിതിയുടെ മലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ നാശത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 എന്ന് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നമ്മൾ വിശേഷിപ്പിക്കുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നാണ്. ഈ നിയമത്തിലൂടെ പരിസ്ഥിതിയുടെ അഥവാ വായുവിൻ്റെയും ജലത്തിൻ്റെയും മണ്ണിൻ്റെയും ഗുണമേന്മ സംരക്ഷിക്കുക, ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കെല്ലാം ശ്വസിക്കാനായിട്ട് വായു വളരെ അത്യാവശ്യമാണ്. ഈ വായുവിലുള്ള മലിനീകാരികൾ ജീവജാലങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നു എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇത് പലതരത്തിലുള്ള സസ്യങ്ങളുടെയും നാശത്തിന് കാരണമാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ അപകടകരമായ രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ടെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മലിനീകാരികളുടെ അളവ്, മലിനീകരണമുള്ള സ്ഥലത്ത് തുടരുന്നതിൻ്റെ ദൈർഘ്യം, ജീവജാലങ്ങളുടെ പ്രകൃതം എന്നിവയെ ആശ്രയിച്ചാണ് ഈ വായു മലിനീകരണം മൂലമുണ്ടാകുന്ന അപകടത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. ഈ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാണ്. ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിനോട്ടം നടക്കാം. ഇത്തരത്തിൽ പുകക്കുഴലുകൾ, വ്യവസായശാലകളുടെ പുകക്കുഴലുകൾ, ഓടുന്ന വാഹനങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന വാതകങ്ങൾ, ഇവയെല്ലാം തന്നെ വായുവിനെ മലിനമാക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമെല്ലാം ധാരാളം നടപടികൾ സ്വീകരിച്ചും വരുന്നുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഥവാ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം 2.5 മൈക്രോമീറ്ററോ അതിൽ കുറവോ ഡയമീറ്ററുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത്. 2.5 മൈക്രോമീറ്ററോ അതിൽ കുറവോ ഡയമീറ്ററുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ് പറയുന്നത്. ഈ അതിസൂക്ഷ്മ കണങ്ങൾ ശ്വാസകോശത്തിനുള്ളിൽ എത്തിച്ചേരുകയും ശ്വസന സംബന്ധമായ അസ്വസ്ഥത, ശ്വാസകോശങ്ങൾക്ക് തകരാറുകൾ, വീങ്ങൽ എന്നിവ ഉണ്ടാക്കുകയും അകാല മൃത്യുവിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. വൻ നഗരങ്ങളിലെ വായു മലിനീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വാഹനങ്ങളാണ്. നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഈ പ്രശ്നം മറ്റുള്ള നഗരങ്ങളെയും ധാരാളമായിട്ട് ബാധിക്കാറുണ്ട്. ഇന്ത്യയിൽ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നിയമം വന്നിട്ടുണ്ട്. 1981 വന്ന ഈ നിയമം അറിയപ്പെടുന്നത് വായു മലിനീകരണം തടയലും നിയന്ത്രണം നിയമം എന്നാണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ആക്ട് അഥവാ വായു മലിനീകരണം തടയലും നിയന്ത്രണവും കൈകാര്യം ചെയ്യുന്ന നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വായു മലിനീകരണം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഒച്ച എന്ന് പറയുന്നത്. ഒച്ച എന്ന് പറയുന്നതിനെ ഒരു മലിനീകാരിയായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് 1987 ഈ നിയമം ഭേദഗതി ചെയ്യുകയുണ്ടായി.
അനഭിലഷണീയമായ ഉച്ചത്തിലുള്ള ശബ്ദത്തിനെയാണ് നമ്മൾ ഒച്ച എന്ന് പേരിട്ട് പറയുന്നത്. ഒരു ജെറ്റ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് പറന്നുയരുമ്പോൾ ഉണ്ടാകുന്ന 150 ഡെസിബലോ അതിൽ കൂടുതലോ ഉച്ചത്തിലുള്ള ശബ്ദം കുറച്ച് സമയത്തേക്ക് ശ്രവിക്കുന്നത് പോലും നമ്മുടെ കർണപുടത്തിന് തകരാറുണ്ടാക്കുകയും സ്ഥിരമായിട്ടുള്ള ശ്രവണ വൈകല്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അതേപോലെ മനുഷ്യർക്ക് ഉറക്കമില്ലായ്മ, ഉയർന്ന ഹൃദയസ്പന്ദന നിരക്ക്, ശ്വസന താളത്തിലെ വ്യത്യാസം, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കും അമിതമായ ശബ്ദം കാരണമാവാറുണ്ട്. ശബ്ദം ആഗിരണം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും ശബ്ദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും വ്യവസായശാലകളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം കുറയ്ക്കുവാനും ശബ്ദമലിനീകരണം കുറയ്ക്കുന്നത് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യ പരിപാലനവും സാധ്യമാവുന്നതാണ്. ഇനി വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ലോകത്തിൽ അമിതമായ വായു മലിനീകരണം നടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന 41 നഗരങ്ങളുടെ കണക്കുകൾ 1990-കളിൽ, അതായത് 1990-കൾ എന്ന് പറയുമ്പോൾ 30 വർഷങ്ങൾക്ക് മുൻപെടുത്തപ്പോൾ 4-ാം സ്ഥാനത്തായിരുന്നു ഡൽഹി ഉണ്ടായിരുന്നത്. വായു മലിനീകരണം മൂലമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഡൽഹിയിലെ ആളുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഒരു പൊതു താൽപ്പര്യ ഹർജി അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുകയുണ്ടായി. സുപ്രീം കോടതി ഹർജി ഗവൺമെൻറ്റിനെ നിശിതമായി വിമർശിക്കുകയും ഈ പറയുന്ന ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ഉൾപ്പെടെ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളും ഡീസലിൽ നിന്ന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് CNGയിലേക്ക് മാറാനായിട്ട് ഡൽഹി ഗവൺമെൻറ് നിർദ്ദേശം നൽകുകയുണ്ടായി. 2002 അവസാനത്തോടെ ഡൽഹിയിലെ എല്ലാ ബസ്സുകളും CNGയിൽ ഓടിത്തുടങ്ങി. ഇന്ത്യയിലെ നഗരങ്ങളിൽ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ഒരു പുതിയ വാഹന ഇന്ധന പോളിസി അഥവാ ഓട്ടോ ഫ്യൂവൽ പോളിസി എന്ന പ്രവർത്തന പദ്ധതി തയ്യാറാക്കുകയുണ്ടായി. പെട്രോളിലും ഡീസലിലും ചേർക്കുന്ന സൾഫറും അരോമാറ്റിക് അംശവും ക്രമേണ കുറയ്ക്കുക എന്നതാണ് ഇന്ധനങ്ങളുടെ കാര്യത്തിൽ നിയമനങ്ങൾ കർശനമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് യൂറോ 3 നോംസ് എന്ന് പറയുന്ന യൂറോ 3 നിയമപ്രകാരം ഡീസലിൽ ഉള്ള സൾഫറിൻ്റെ അളവ് 350 പാർട്സ് പെർ മില്യണും പെട്രോളിലേത് 150 പാർട്സ് പെർ മില്യണും ആയി നിയന്ത്രിക്കണം എന്നതാണ് പറയുന്നത്. ഇന്ത്യയിലൊരു വാഹനത്തിൻ്റെ എമിഷൻ സ്റ്റാൻഡേർഡ് നിലവിൽ നൽകിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 4 ചക്ര വാഹനങ്ങൾക്ക് ഭാരത് സ്റ്റേജ് 3 നിയമം അനുസരിച്ച് 2010 ഒക്ടോബർ മുതൽ രാജ്യത്തുടനീളം പ്രാവർത്തികമാക്കണമെന്നാണ് നിയമം. അതുപോലെ 4 സ്റ്റേജ് വാഹനങ്ങൾക്ക് ഭാരത് 4 സ്റ്റേജ് ഉണ്ട്. അത് 2010 ഏപ്രിൽ മുതൽ 13 വൻ നഗരങ്ങളിൽ നടപ്പിലാക്കുകയുണ്ടായി. മുച്ചക്ര വാഹനങ്ങൾക്ക് ഭാരത് സ്റ്റേജ് 3 പ്രകാരം 2010 ഒക്ടോബർ മുതൽ ഇത് എമിഷൻ സ്റ്റാൻഡേർഡ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് ഭാരത് 3 സ്റ്റേജ് 2010 ഒക്ടോബർ മുതൽ രാജ്യത്ത് ഉടനീളം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജലമലിനീകരണവും നിയന്ത്രണവും എന്ന മേഖലയിലേക്ക് ഒന്ന് നോക്കാം. ജലാശയങ്ങളുടെ ശുചിത്വം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി. അതാണ് ജലമലിനീകരണ സംരക്ഷണ നിയമം. ജലം മലിനീകരണം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും നിയമം എന്ന രീതിയിൽ 1974 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമം നിലവിൽ വന്നത്. നദികളിൽ മലിനജലം പുറന്തള്ളുമ്പോൾ ആ പുറന്തള്ളപ്പെടുന്ന സ്ഥലത്തുള്ള സൂക്ഷ്മജീവികൾ ജൈവ വസ്തുക്കളെ വിഘടിപ്പിക്കുന്നതിനായിട്ട് ധാരാളം ഓക്സിജനുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് മലിനജലം പുറന്തള്ളിയ സ്ഥലത്ത് നിന്ന് താഴേക്കൊഴുകുന്ന ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ്റെ അളവിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കുകയും ഈ കുറവ് മത്സ്യത്തിൻ്റെയും മറ്റ് ജലജീവികളുടെയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ ജലാശയങ്ങളിൽ വൻതോതിൽ പോഷകങ്ങൾ എത്തിച്ചേരുന്നത് പ്ലവകങ്ങളായിട്ടുള്ള അഥവാ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നതാണ് പ്ലവകങ്ങൾ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ആൽഗകളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായശാലകളിൽ നിന്നും മറ്റിതര സ്ഥലങ്ങളിൽ നിന്നും മാലിന്യമുള്ള ജലം നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ ആൽഗകളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത്തരത്തിൽ ആൽഗകൾ അമിതമായിട്ട് വളരുന്നതിനെയാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ആൽഗൽ ബ്ലൂം ജലത്തിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുകയും മത്സ്യങ്ങളുടെ ചത്തൊടുങ്ങലിന് കാരണമാവുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളുള്ള സസ്യങ്ങൾ നമുക്കറിയാം.
നമ്മൾ ആഫ്രിക്കൻ പായൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ജലാശയങ്ങൾക്ക് കൂടുതൽ ഭംഗിയും സൗന്ദര്യവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് ഈ പുഷ്പം എന്ന് പറയുന്നത്. എന്നാൽ ഇവ ഇന്ന് നീക്കം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് വളരുന്നത്. ഇതിപ്പോൾ അമിതമായിട്ട് വളർന്ന് ജലപാതകളിൽ തടസ്സവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ലോകമെമ്പാടുമുള്ള ജലാശയങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന ഈ കളയെ നമ്മൾ വിളിക്കുന്നത് ഒരു കുളവാഴ എന്നാണ് വിളിക്കുന്നത്. കുളവാഴ എന്നാണ് വിളിക്കുന്നത്. ഈ സസ്യം ഇപ്പോൾ ബംഗാളിൻ്റെ ടെറർ അല്ലെങ്കിൽ ടെറർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ അത് കുളവാഴ എന്നാണ് അറിയപ്പെടുന്നത്. കുളവാഴ എന്നാണ് ഇതറിയപ്പെടുന്നത്. യൂട്രോഫിക്കേഷൻ നടക്കുന്ന ജലാശയങ്ങളിൽ അമിതമായി വളരുന്ന ഇവ ജല ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിക്കുകയുണ്ട്. അതുപോലെ വീടുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലത്തിൽ രോഗകാരികളായ പല സൂക്ഷ്മജീവികളും ഉണ്ട്. ഇവയെ ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ നേരിട്ട് ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് കാരണം പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. വയറുകടി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ്, കോളറ മുതലായവ ഇതിൽ ചിലതാണ്. ഇതേപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണം, അതുപോലെ പേപ്പർ നിർമ്മാണം, ലോഹങ്ങൾ വേർതിരിക്കലും സംസ്കരിക്കലും, രാസവസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയവ നടത്തുന്ന വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലത്തിൽ വിഷകരമായ പല വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഖനലോഹങ്ങളും മറ്റുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മെർക്കുറി, കാഡ്മിയം, ലെഡ്, കോപ്പർ മുതലായവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലത്തിലുള്ള ചില വിഷവസ്തുക്കൾ ഭക്ഷ്യശൃംഖലയിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഉയർന്ന പോഷണതലത്തിലേക്ക് പോകുന്തോറും വിഷാംശത്തിൻ്റെ ഗാഢത കൂടി വരുന്നതിനെയാണ് നമ്മൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉയർന്ന പോഷണ തലത്തിലേക്ക് പോകുന്തോറും വിഷാംശത്തിൻ്റെ ഗാഢത കൂടി വരുന്ന പ്രക്രിയക്കാണ് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ജീവിയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തു ഉപാപചയത്തിന് വിധേയമാവുകയോ വിസർജിക്കുകയോ ചെയ്യാതെ തൊട്ടടുത്ത ഉയർന്ന പോഷണതലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന് കാരണം. മെർക്കുറിയും DDTയും ബയോ മാഗ്നിഫിക്കേഷന് കാരണമാവുന്നവയാണ്. ജലത്തിൽ DDTയുടെ അളവ് 0.003 പാർട്സ് പെർ ബില്യൺ ആണ്. ഇത് മത്സ്യത്തെ ആഹാരമാക്കുന്ന പക്ഷികളിലെത്തുമ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ്റെ ഫലമായി 25 ppm ആവുന്നു. ഇപ്പോൾ ജലാശയത്തിൽ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഇപ്പോൾ ജലാശയത്തിൽ കാണപ്പെടുന്നതാണത് DDT എന്ന് പറയുന്നത്. അത് 0.33 മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഈ ജലാശയത്തിൽ വളരുന്ന ജന്തുപ്ലവകങ്ങളുണ്ട്. അത് ഈ ജലം ഭക്ഷിക്കുന്നത് മൂലം അത് നേരിട്ട് ഭക്ഷിക്കുന്ന ജന്തുപ്ലവകങ്ങളിൽ ഈ പറയുന്ന DDTയുടെ അളവെന്ന് പറയുന്നത് വർദ്ധിക്കുന്നു. അത് 0.4% ആയിട്ടാണ് വർദ്ധിക്കുന്നത്. ഇതിനെ ഭക്ഷിക്കുന്ന ചെറു മത്സ്യങ്ങളിലേക്ക് ഈ DDT എത്തുമ്പോൾ അത് 0.5 ppm ആവുന്നു. അതൊരു വലിയ മത്സ്യത്തിലേക്ക് എത്തുമ്പോൾ, ആ ചെറിയ മത്സ്യത്തെ ഭക്ഷിക്കുന്ന വലിയ മത്സ്യത്തിലേക്ക് എത്തുമ്പോൾ DDT 2 പാർട്സ് പെർ മില്യൺ ആകുന്നു. അതൊരു വലിയ മത്സ്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ മത്സ്യത്തെ ഭക്ഷിക്കുന്ന പക്ഷിയാകുമ്പോൾ അത് 25 പാർട്സ് പെർ മില്യണായി മാറുന്നു. അതായത് ഭക്ഷ്യശൃംഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും തോറും ഈ പറയുന്ന ബയോ മാഗ്നിഫിക്കേഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടതുണ്ട്. എന്താണ് ഈ പറയുന്ന DDTയുടെ അളവ് ഒരു പക്ഷിയുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ DDT അവയിലെ കാൽസ്യത്തിൻ്റെ ഉപാപചയത്തെ ബാധിക്കുകയാണ്. തന്മൂലം മുട്ടത്തോടിൻ്റെ കനം കുറയുകയും വേഗത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പക്ഷികളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടാക്കുന്നതിന് ഈ പറയുന്ന ബയോ മാഗ്നിഫിക്കേഷൻ കാരണമാവുന്നുണ്ട്. തടാകങ്ങളിൽ പോഷകങ്ങളുടെ അളവ് കൂടുന്നത് കാരണം പ്രകൃതിയാൽ സംഭവിക്കുന്ന ഗുണകരമല്ലാത്ത മാറ്റത്തിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തടാകങ്ങളിൽ പോഷകങ്ങളുടെ അളവ് കൂടുന്നത് കാരണം പ്രകൃതിയാൽ സംഭവിക്കുന്ന ഗുണകരമല്ലാത്ത മാറ്റത്തിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കായലിൻ്റെ ആഴം കുറയുന്നതിനും ജലം ചൂടുള്ളതായി മാറുന്നതിനും തണുപ്പുള്ള ജലത്തിൽ വസിക്കാൻ കഴിയുന്ന ജീവികൾക്ക് പകരം ഉഷ്ണജലത്തിൽ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾ വളരുകയും ചെയ്യുന്നതിന് ഈ പറയുന്ന യൂട്രോഫിക്കേഷൻ കാരണമാകുന്നു. ഇനി എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു സാധാരണ തടാകത്തിലെ ജലം തണുത്തതും തെളിഞ്ഞതും കുറച്ച് ജീവജാലങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നതുമാണ്. കാലക്രമേണ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിലുള്ള പോഷകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ അളവ് കൂടുന്നത് മൂലം ഇത് ജലജീവികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താറുണ്ട്. കായലിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നതനുസരിച്ച് ജന്തുജീവജാലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. തൽഫലമായി ജൈവ വസ്തുക്കൾ കായലിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞു കൂടാൻ തുടങ്ങുന്നു. നൂറുകണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ എക്കൽ മണ്ണും ജൈവാവശിഷ്ടങ്ങളും കുന്നുകൂടുന്നു. കായലിൻ്റെ ആഴം കുറയുന്നു. ജലം ചൂടുള്ളതായി മാറുന്നു. തണുപ്പുള്ള ജലത്തിൽ വസിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾക്ക് പകരം ഉഷ്ണജലത്തിൽ ജീവിക്കാൻ കഴിയുന്നവ വളരുന്നു. ജലത്തിൻ്റെ അളവ് കുറഞ്ഞ ഭാഗങ്ങളിൽ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ വളർന്ന് പന്തലിക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന ധാരാളം സസ്യങ്ങൾ വളരുകയും തടാകം പൂർണ്ണമായും അവസാനം പൂർണ്ണമായിട്ടും കരയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. കാലാവസ്ഥ, തടാകത്തിൻ്റെ വലിപ്പം, മറ്റ് ഘടകങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു തടാകത്തിൽ നാച്ചുറൽ ഏജിംഗ് എന്ന പ്രക്രിയ നടക്കാനായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരാറുണ്ട്.
എന്നാൽ മനുഷ്യൻ വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നും ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്ന ഈ മലിനജലം യൂട്രോഫിക്കേഷൻ പ്രക്രിയയുടെ വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിഭാസത്തെയാണ് കൾച്ചറൽ അഥവാ ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. കാർഷിക വ്യാവസായിക മാലിന്യങ്ങൾ കാരണം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഭൂമിയിലെ ഒട്ടുമിക്ക തടാകങ്ങളും വൻതോതിൽ യൂട്രോഫിക്കേഷന് വിധേയമായിട്ടുണ്ട്. സസ്യപോഷകങ്ങളായ ഫോസ്ഫേറ്റും നൈട്രേറ്റുമാണ് പ്രധാനപ്പെട്ട മലിനീകാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ ആൽഗകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. തന്മൂലം തടാകത്തിലെ ജലം വൃത്തിഹീനവും ദുർഗന്ധപൂരിതവുമാവുന്നു. മാത്രമല്ല, ജലജീവികൾക്ക് ആവശ്യമായ ജലത്തിൽ അലിഞ്ഞു ചേർന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇതേസമയം തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന മറ്റ് മലിനീകാരികൾ മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. മത്സ്യം ജീർണിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജലത്തിലെ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറയുകയും അങ്ങനെ ഒരു ജലാശയം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമാണ് ചെയ്യുന്നത്. അടുത്തത് ഖരമാലിന്യങ്ങളാണ്. ഉപയോഗശേഷം വലിച്ചെറിയപ്പെടുന്ന എല്ലാ പാഴ്വസ്തുക്കളെയും ഖരമാലിന്യങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. വീട്, ഓഫീസ്, കടകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുമുണ്ടാകുന്ന മാലിന്യങ്ങളാണ് മുനിസിപ്പൽ ഖരമാലിന്യങ്ങളെന്ന് പറയുന്നത്. പേപ്പർ, ആഹാരാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഗ്ലാസ്, ലോഹങ്ങൾ, റബ്ബർ, തുകൽ, വസ്ത്രങ്ങൾ തുടങ്ങിയവയാണ് സാധാരണയായി ഉണ്ടാകുന്ന മുനിസിപ്പൽ ഖരമാലിന്യങ്ങൾ. ഇത് ശേഖരിക്കുന്നതും നിർമ്മാർജ്ജനം ചെയ്യുന്നതുമെല്ലാം മുനിസിപ്പാലിറ്റിയാണ് എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നതിന് പകരം അവലംബിച്ച ഒരു മാർഗമാണ് സാനിറ്ററി ലാൻഡ് ഫിൽസ് എന്ന രീതി. ഈ രീതിയിൽ മാലിന്യങ്ങൾ ഒന്നായി അമർത്തി താഴ്ന്ന പ്രദേശങ്ങളിലോ കുഴികളിലോ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടുന്നു. ഇത്തരത്തിൽ വൻ നഗരങ്ങളിലും മറ്റും ഉയർന്ന തോതിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് മൂലം ഈ സ്ഥലങ്ങൾ വളരെ വേഗം മാലിന്യത്താൽ നിറയുകയും അതേപോലെ ഈ മാലിന്യങ്ങൾ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്ന രാസവസ്തുക്കൾ ഭൂഗർഭ ജലസ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് മനുഷ്യൻ കുറച്ചുകൂടി ഉത്തരവാദിത്വപരമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരമാവുകയുള്ളൂ. മനുഷ്യൻ പുറന്തള്ളുന്ന മാലിന്യങ്ങളെ മൂന്നായി തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ജൈവ വിഘടനത്തിന് വിധേയമാവുന്നവ, പുനഃചംക്രമണം നടത്താൻ കഴിയുന്നവ, ജൈവ വിഘടനത്തിന് വിധേയമാകാത്തവ. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. കാർഷിക രാസവസ്തുക്കളും അവയുടെ പ്രത്യാഘാതങ്ങളും നമുക്ക് മലിനീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നവയാണ്. ഹരിത വിപ്ലവത്തിലൂടെ രാസവസ്തുക്കളും കീടനാശിനികളും ഉപയോഗിച്ച് കാർഷികോൽപാദനം അനേകമടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണെങ്കിലും കീടനാശിനികൾ, കളനാശിനികൾ, കുമിൾനാശിനികൾ തുടങ്ങിയവ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടത് മൂലം ഇത് മണ്ണ് എന്ന ആവാസ വ്യവസ്ഥയിലുള്ള ദോഷകരമല്ലാത്ത ജീവജാലങ്ങൾക്ക് പോലും ഇത് വിഷമകരമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ വിഷകരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ആവാസ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള അമിതമായ രാസവളങ്ങൾ എന്ന് പറയുന്നത് ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളാണ് ഇനി നോക്കാനായിട്ടുള്ളത്. മലിനീകരണമില്ലാതെ വൈദ്യുതി ഉൽപ്പാദനം നടത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ആണവോർജ്ജത്തെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ആണവോർജ്ജം ഉപയോഗിക്കുന്നത് മൂലം രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഒന്നാമത്തേത് 3 മൈൽ ഐലൻഡ്, 2 ചെർണോബിൽ എന്നിവിടങ്ങളിൽ സംഭവിച്ചതുപോലുള്ള റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ ആകസ്മിക ചോർച്ചയാണ് ഒന്നാമത്തേതെങ്കിൽ, രണ്ടാമത്തേത് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളുടെ സുരക്ഷിതമായ നിർമ്മാർജ്ജനമാണ്. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ ചോർച്ചയും അതേപോലെ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവുമാണ് പ്രധാനമായിട്ടും ഇവിടെ ദോഷം സംഭവിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ജീവജാലങ്ങൾക്ക് വളരെയധികം അപകടം ഉണ്ടാക്കുന്നവയാണ്. ഇത് വളരെ ഉയർന്ന നിരക്കിൽ ഉൽപരിവർത്തനത്തിന് കാരണമാവുന്നു. ഉയർന്ന അളവിലുള്ള ആണവ വികിരണങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കുറഞ്ഞ അളവിലുള്ളത് പലതരത്തിലുള്ള വൈകല്യങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ മലിനീകാരിയായ ആണവ മാലിന്യങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ആണവ മാലിന്യം ആവശ്യമായ രീതിയിൽ സംസ്കരിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാർജ്ജനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇവ കട്ടിയുള്ള വീപ്പകളിലാക്കി നന്നായി പൊതിഞ്ഞ് പാറകൾ തുറന്ന് 500 മീറ്റർ താഴ്ചയിലിട്ട് മൂടേണ്ടതാണ് എന്നുള്ളതാണ് വ്യവസ്ഥ. ഇനി നമുക്ക് ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും എന്ന മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഗ്രീൻ ഹൗസ് അഥവാ ഹരിതഗൃഹത്തിൽ നടക്കുന്നൊരു പ്രതിഭാസത്തിൽ നിന്നും ഉണ്ടായ വാക്കാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് വീട് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ശൈത്യകാലത്ത് സസ്യങ്ങളെ വളർത്താനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്.
ഈ ഗ്ലാസ് വീടിനകത്ത് ഗ്ലാസ് പാളികൾ പ്രകാശത്തെ അകത്തേക്ക് കടത്തിവിടുന്നു, എന്നാൽ ചൂട് പുറത്തേക്ക് പോകുവാനായിട്ട് അനുവദിക്കുകയുമില്ല. അതിനാൽ ഹരിതഗൃഹത്തിനകം എപ്പോഴും ചൂടായിരിക്കുന്നു. അതായത് കുറേ മണിക്കൂറുകളായി വെയിലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ അകം പോലെയാണ് എന്ന് പറയാം. ഭൂമിയുടെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും ചൂടാക്കുന്നതിനായി പ്രകൃത്യാ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഇതാണ് ഭൂമിയുടെ താപനില ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നിലനിർത്തുന്നത്. ഹരിതഗൃഹ പ്രഭാവം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ താപനില ഏകദേശം -18 ഡിഗ്രി സെൽഷ്യസ് ആകുമായിരുന്നു എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹരിതഗൃഹ പ്രഭാവം എന്ന് നമുക്കറിയാം അല്ലേ? നമുക്കറിയുന്ന കാര്യം എന്താണ്? സൗരോർജ്ജം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിലേക്ക് വരുന്ന ഒന്നാണ് സൗരോർജ്ജം എന്നത്. അതാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് ഇതാണ് ഭൂമി. സൂര്യനിൽ നിന്നും സൗരോർജ്ജം ഇങ്ങോട്ട് വരുന്ന ആ സൗരോർജ്ജത്തെ ഭൂമി എന്ത് ചെയ്യാണ്? മുകളിലേക്ക് വീണ്ടും പ്രതിഫലിപ്പിച്ച് വിടുകയാണ്. ഇത്തരത്തിൽ പ്രതിഫലിപ്പിച്ച് വിടുന്ന ആ ഒരു വാതകം എന്ന് പറയുന്നത് ആണിവിടെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൗരോർജ്ജം വരുന്നു. അങ്ങനെ വരുന്ന സൗരോർജ്ജത്തിൻ്റെ 4/1 ഭാഗം ആര് കൊണ്ടുപോവുകയാണ്? മേഘങ്ങളും വാതകങ്ങളും ചേർന്ന് പ്രതിഫലിപ്പിക്കുന്നു. കുറച്ച് ഭാഗം ആഗിരണം ചെയ്യപ്പെടുന്നു. എന്നാൽ ഭൂമിയിലേക്ക് വരുന്ന സൗരോർജ്ജത്തിൻ്റെ ഏകദേശം പകുതിയോളം ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ നേരിട്ട് പതിക്കുന്നുണ്ട്. ഇതുമൂലം ഭൂമിയുടെ ഉപരിതലം ചൂടാകുന്നു. അതിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് തിരികെ പ്രതിഫലിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം ചൂടിനെ തിരികെ അയക്കുന്നത് ഇൻഫ്രാറെഡ് വികിരണത്തിൻ്റെ രൂപത്തിലാണ്. എന്നാൽ ഇതിൻ്റെ വലിയ ഒരു ഭാഗം ശൂന്യാകാശത്തിലേക്ക് പോകാതെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വാതകങ്ങളിലെ തന്മാത്രകൾ താപോർജ്ജത്തെ റേഡിയേറ്റ് ചെയ്യുകയും വലിയൊരു ഭാഗം ഭൂമിയിലേക്ക് തന്നെ തിരികെ വരികയും ചെയ്യുന്നു. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂട് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഇത് ചാക്രികമായി പലതവണ ആവർത്തിക്കപ്പെടുന്നു. മുകളിൽ പറഞ്ഞ വാതകങ്ങൾ, ആ വാതകങ്ങൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൽ എന്നിവ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നവയാൽ ഇവയെ നമ്മൾ ഹരിതഗൃഹ വാതകങ്ങളെന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങളെന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡുണ്ട്, മീഥൈനുണ്ട്, ക്ലോറോ കാർബണുകളുണ്ട്, നൈട്രസ് ഓക്സൈഡുകളുമുണ്ട്. അപ്പോൾ ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധനവ് ഭൂമിയുടെ താപനില ഉയരുന്നതിന് കാരണമാകുന്നുമുണ്ട്. ഇത് ആഗോള താപനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഭൂമിയുടെ താപനിലയിലുണ്ടാകുന്ന വർധനവ് പരിസ്ഥിതിയെ അപകടകരമായ മാറ്റങ്ങളിലേക്ക് നയിക്കുകയും തൽഫലമായി അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് എൽനിനോ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. ശാസ്ത്രജ്ഞന്മാരിതൊക്കെയാണ് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുകട്ടകൾ, ഹിമാലയത്തിലെ മഞ്ഞുമലകളും ഉരുകുന്നതിൻ്റെ വേഗത കൂടാനായിട്ട് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് തടയാനായിട്ട് എങ്ങനെ സാധിക്കും? ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ഊർജ്ജോപയോഗത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കുക, വനനശീകരണം കുറയ്ക്കുക, മരങ്ങൾ വച്ച് പിടിപ്പിക്കുക, ജനസംഖ്യ നിയന്ത്രിക്കുക എന്നിവയിലൂടെ ആഗോളതാപനം നമുക്ക് തടയാനായിട്ട് സാധിക്കും. അന്തരീക്ഷത്തിലേക്ക് ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് കുറയ്ക്കാനുള്ള പരിപാടികൾ അന്താരാഷ്ട്ര തലത്തിൽ രൂപീകരിക്കുക വഴിയും ആഗോളതാപനം കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഈ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന ഒരു കവചമായിട്ടാണ് ഓസോൺ പാളി പ്രവർത്തിക്കുന്നത്. അൾട്രാവയലറ്റ് വികിരണങ്ങൾ മനുഷ്യന് വളരെയധികം ദോഷകരമാണ്. ഇവ ജീവജാലങ്ങളുടെ DNA-യും പ്രോട്ടീനും അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യുകയും ഈ വികിരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കൂടിയ അളവിലുള്ള ഊർജ്ജം ഇവയുടെ തന്മാത്രകളിലുള്ള രാസബന്ധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു നമുക്കറിവുള്ള കാര്യമാണ്. അന്തരീക്ഷത്തിൻ്റെ താഴെ നിന്നും മുകൾ ഭാഗം വരെയുള്ള വായു രൂപത്തിലുള്ള ഓസോണിൻ്റെ കളം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന ഒരു ഏകകം ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. ഡോപ്സൺ യൂണിറ്റ്. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ വിഘടനവും ഉത്പാദനവും സന്തുലിതമായിട്ട് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ക്ലോറോ കാർബണുകൾ എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. ഓസോണിൻ്റെ വിഘടന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനാൽ ഈ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ക്ലോറോ കാർബണുകളാണ് ഈ പറയുന്ന ഓസോണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നത്. ക്ലോറോ കാർബണുകൾ വ്യാപകമായിട്ട് റെഫ്രിജറേറ്ററായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അന്തരീക്ഷത്തിൻ്റെ ഭൂമിയോട് അടുത്ത പാളിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന ക്ലോറോ കാർബണുകൾ മുകളിലേക്ക് ഉയർന്ന് സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിച്ചേരുകയും സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് അൾട്രാവയലറ്റ് വികിരണങ്ങൾ അവയിൽ പ്രവർത്തിച്ച് ക്ലോറിൻ ആറ്റങ്ങൾ പുറന്തള്ളുന്നു. ക്ലോറിൻ ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിൽ ക്ലോറോ കാർബണുകളുടെ അളവ് കൂടുമ്പോൾ അത് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുമ്പോൾ അത്
ഓസോണിൻ്റെ അളവിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലാകമാനം ഓസോൺ ശോഷണം നടക്കുന്നുണ്ടെങ്കിലും ശോഷണം പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്നത് അന്റാർട്ടിക് മേഖലയിലാണ്. ഇത്തരത്തിലുള്ള ഓസോൺ ശോഷണം മൂലം വളരെയധികം ഭാഗങ്ങളിൽ ഓസോൺ പാളി കനം കുറഞ്ഞതായി കാണപ്പെടുന്നു. ഇതിനെയാണ് ഓസോൺ വിള്ളൽ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഓസോൺ പാളിയുടെ ശോഷണം എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നതിന് കാരണമാകുന്നു. ഇത് ത്വക്കിനെ പ്രായാധിക്യമുള്ളതാക്കി മാറ്റുന്നു, ത്വക്കിലെ കോശങ്ങൾക്ക് തകരാറുണ്ടാക്കുന്നു, ത്വക്കിൽ വിവിധതരം ക്യാൻസറിന് കാരണമാവുകയും ചെയ്യുന്നു. മനുഷ്യനേത്രത്തിലെ കോർണിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഉയർന്ന തോതിലുള്ള സ്നോ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന കോർണിയ വീങ്ങൽ, തിമിരം എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഈ വികിരണങ്ങൾ ഏൽക്കുന്നത് കോർണിയയ്ക്ക് സ്ഥിരമായ തകരാറുണ്ടാക്കുകയും ചെയ്യുന്നു. ഓസോൺ ശോഷണത്തിൻ്റെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് 1987 കാനഡയിലെ മോൺട്രിയലിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വസ്തുക്കളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവയ്ക്കുകയുണ്ടായി. ഇത് 1989 പ്രാവർത്തികമായത്. തുടർന്ന് നടന്ന ശ്രമങ്ങളുടെ ഫലമായി CFCകളുടെയും ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന മറ്റ് രാസവസ്തുക്കളുടെയും പുറന്തള്ളൽ കുറയ്ക്കുന്നതിനായി വികസിത രാജ്യങ്ങൾക്കും വികസ്വര രാജ്യങ്ങൾക്കും പ്രത്യേകം കരാറുകളും കർമ്മപദ്ധതികളും തയ്യാറാക്കുകയുണ്ടായി. മണ്ണൊലിപ്പും മരുഭൂമിവൽക്കരണവും എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോയിൽ ഇറോഷനും ഡെസർട്ടിഫിക്കേഷനും. അമിതമായ കൃഷി, അനിയന്ത്രിതമായി മൃഗങ്ങൾ മേയുന്നത്, വനനശീകരണം, മോശമായ ജലസേചന രീതികൾ എന്നിവ നമ്മുടെ മണ്ണിൻ്റെ മോശമായ അവസ്ഥയ്ക്ക് കാരണമാവാറുണ്ട്. ഇത്തരത്തിൽ വരണ്ട ഭൂപ്രദേശങ്ങൾ ഉണ്ടാകാൻ ഈ പറയുന്ന അമിതമായ കൃഷി, അനിയന്ത്രിതമായ മൃഗങ്ങൾ മേയുന്നത്, വനനശീകരണം, മോശമായ ജലസേചന രീതികൾ തുടങ്ങിയവ വരണ്ട ഭൂപ്രദേശങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട്. തരിശ് ഭൂപ്രദേശങ്ങൾ കൂടുകയും കാലക്രമേണ ഇവയെല്ലാം ചേർന്ന് മരുഭൂമിയായിട്ട് മാറ്റപ്പെടുകയുമാണ് ചെയ്യുന്നത്. വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണത്തിൻ്റെ ഫലമായി നടക്കുന്ന മരുഭൂമിവൽക്കരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ ലവണത്വം മണ്ണിൽ ലവണത്വം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ആൻഡ് സോയിൽ സലൈനിറ്റി എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. വെള്ളം നന്നായി ഒഴുകിപ്പോകാൻ കഴിയാത്ത തരത്തിലുള്ള ജലസേചനം മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് വിളകളെ പ്രതികൂലമായി ബാധിക്കുന്നത് കൂടാതെ ലവണങ്ങളെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഈ ലവണങ്ങൾ നേർത്ത പാളികളായി മണ്ണിൻ്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടുകയോ സസ്യങ്ങളുടെ വേരിൽ ശേഖരിക്കപ്പെടുകയോ ചെയ്യാറാണുള്ളത്. ഇങ്ങനെ ലവണങ്ങളുടെ അളവ് കൂടുന്നത് സസ്യവളർച്ചയെ ദോഷകരമായി ബാധിക്കുകയും കൃഷിയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കൽ, മണ്ണിൻ്റെ ലവണത്വം എന്നിവയാണ് ഹരിത വിപ്ലവത്തിൻ്റെ ആരംഭത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അടുത്തത് വനനശീകരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വനപ്രദേശങ്ങളെ വനം അല്ലാതെയാക്കി മാറ്റുന്ന പ്രക്രിയകളെയാണ് വനനശീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 40% വനങ്ങളും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 1% വനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ വനനശീകരണം ഇന്ത്യയിലൊരു പ്രശ്നം തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇന്ത്യയിലെ കരപ്രദേശത്തിൻ്റെ ഏകദേശം 30% വനനിബിഡമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും അത് 19.4% ചുരുങ്ങുകയുണ്ടായി. ഇന്ത്യയിലെ ദേശീയ വനനയം 1988 രൂപീകരിക്കപ്പെട്ടത്. നാഷണൽ ഫോറസ്റ്റ് പോളിസി ഓഫ് ഇന്ത്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വനനയം പറഞ്ഞിരിക്കുന്നതാണ്, സമതല പ്രദേശങ്ങളിൽ 33%, കുന്നിൻ പ്രദേശങ്ങളിൽ 67% വനങ്ങൾ വേണമെന്നാണ് വനനയം പറയുന്നത്. വനനശീകരണം നടക്കുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം ഒരു കൃഷി രീതിയായിട്ടുള്ള കന്നുകാലി വളർത്തൽ, തടി, വിറക് മുതലായ ആവശ്യങ്ങൾക്ക് വേണ്ടി വനം നശിപ്പിക്കാറുണ്ട്. കൂടാതെ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു കൃഷി രീതിയാണ് സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറയുന്ന രീതി, അഥവാ ജൂം കൾട്ടിവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സ്ഥലത്തെ മരങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ച് തീയിട്ട് കത്തിച്ച് അവിടെ കൃഷി ചെയ്യുന്ന രീതിക്കാണ് ജൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് വനനശീകരണത്തിന് കാരണമാകാറുണ്ട്. ഈ കൃഷി രീതിയിൽ കർഷകർ വനത്തിലെ മരങ്ങൾ മുറിക്കുകയും സസ്യഭാഗങ്ങൾ തീയിടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന ചാരം വളമായി ഉപയോഗിക്കുന്നു. ഈ സ്ഥലം കൃഷിക്കായോ കന്നുകാലികൾ മേയുന്നതിനായോ ഉപയോഗിക്കുന്നു. വിളവെടുപ്പിന് ശേഷം ഈ പ്രദേശം വനം വീണ്ടെടുക്കുന്നതിനായി അനേക വർഷം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിലനിർത്തുന്നു. കർഷകർ മറ്റൊരു വനപ്രദേശത്തേക്ക് പോവുകയും ഈ പ്രക്രിയ ആവർത്തിക്കുകയും ചെയ്യുന്നു. ജൂം കൾട്ടിവേഷൻ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. വനനശീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം. കാർബണിനെ ജൈവപിണ്ഡമാക്കി മാറ്റുന്ന മരങ്ങൾ വനനശീകരണത്തിലൂടെ നഷ്ടമായതാണ് ഇതിന് കാരണം. വനനശീകരണത്തിലൂടെ ആവാസങ്ങൾ നഷ്ടമായത് ജൈവ വൈവിധ്യം നശിക്കാൻ കാരണമായി. കൂടാതെ ജലചക്രത്തെ ബാധിക്കുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു.
വനനശീകരണം ആത്യന്തികമായി ചില അവസരങ്ങളിൽ മരുഭൂമി വൽക്കരണത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. നഷ്ടപ്പെട്ട വനങ്ങൾക്ക് പകരം മരങ്ങൾ വച്ചുപിടിപ്പിച്ച് വനങ്ങൾ വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് വനവൽക്കരണം എന്ന് പറയുന്നത്. വനനശീകരണം നടന്ന സ്ഥലത്ത് സ്വാഭാവികമായി വനവൽക്കരണം നടക്കാം. വനവൽക്കരണത്തിൻ്റെ വേഗത കൂട്ടുന്നതിനായി വനനശീകരണം നടന്ന സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന ജൈവ വൈവിധ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മരങ്ങൾ വച്ചുപിടിപ്പിക്കാവുന്നതുമാണ്. ഈ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസ് സ്റ്റഡികളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. 1731 രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന സ്ഥലത്ത് രാജാവിന് തൻ്റെ മന്ത്രിമാരോട് പുതിയ കൊട്ടാരം നിർമ്മിക്കാനായിട്ട് തടി കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. മന്ത്രിമാരും ജോലിക്കാരും ഒരു ഗ്രാമത്തിനടുത്തെത്തി ബിഷ്ണോയി വിഭാഗക്കാർ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അവിടുത്തെ കാട്ടിലേക്ക് മരങ്ങൾ മുറിക്കാനായിട്ട് പോയപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി സമാധാനപരമായി സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുന്നതിന് പേരുകേട്ടവരായിരുന്ന ബിഷ്ണോയി വർഗ്ഗക്കാർ എന്ത് ചെയ്തു? അതിനെ എതിർത്തു. ഇത്തരത്തിൽ ബിഷ്ണോയി വിഭാഗക്കാർ മരം മുറിക്കാൻ സമ്മതിച്ചില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അമൃതാദേവി എന്നൊരു ധീര ബിഷ്ണോയി വനിത മരത്തെ കെട്ടിപ്പിടിച്ച് മരം മുറിക്കുന്നതിന് മുൻപ് തന്നെ വധിക്കുവാൻ ആവശ്യപ്പെട്ടു. രാജകിങ്കരന്മാർ അത് ചെയ്തു. അമൃതാദേവി ബിഷ്ണോയെ വധിക്കുകയും മരം മുറിക്കുകയും ചെയ്തു. അമൃതാദേവിയുടെ പാത പിന്തുടർന്നുകൊണ്ട് 100-ലധികം ബിഷ്ണോയി വിഭാഗക്കാർ അവിടെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. ഈ അമൃതാദേവി ബിഷ്ണോയി മരത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ചെയ്ത ജീവത്യാഗം എന്ന് പറയുന്നത്, അവർ കാണിച്ച ആത്മാർത്ഥത എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് അമൃതാദേവി ബിഷ്ണോയി വന്യജീവി സംരക്ഷണ അവാർഡ് എന്ന പേരിൽ അമൃതാദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന പേരിലൊരു അവാർഡ് രൂപീകരിച്ചിട്ടുണ്ട്. വന്യജീവി സംരക്ഷണത്തിനായി അതീവ ധൈര്യവും ആത്മാർത്ഥതയും കാട്ടുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്കോ സമുദായങ്ങൾക്കോ ആണ് ഈ അവാർഡ് നൽകി വരുന്നത്. 1974 ഹിമാലയത്തിലെ ഗർവാൾ എന്ന സ്ഥലത്ത് നടത്തിയ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അവിടുത്തെ തദ്ദേശീയരായ സ്ത്രീകൾ മരങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവയെ കെട്ടിപ്പുണർന്ന് കോൺട്രാക്ടർമാർ മരം മുറിക്കുന്നതിനെ തടയാനുള്ള ധൈര്യം കാണിക്കുകയാണുണ്ടായത്. ലോകമെമ്പാടുമുള്ള ആളുകൾ ചിപ്കോ പ്രസ്ഥാനത്തെ അഭിനന്ദിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തദ്ദേശവാസികളുടെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് 1980 ഇന്ത്യ ഗവൺമെൻറ് ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന ഒരു ആശയം രൂപീകരിക്കുകയുണ്ടായി. ഇങ്ങനെ വനനശീകരണം എന്ന് പറയുന്നത് ഒഴിവാക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം സഹായകരമായിട്ടുണ്ട്. നമ്മളിന്ന് പഠിച്ചത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ്.